ലോക നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ച് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി കാട്ടാക്കട. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക പരിപാടികളും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. മദർ തെരേസ ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നടന്ന ചടങ്ങ് കാട്ടാക്കട MLA MR ബൈജു ഉദ്ഘാടനം ചെയ്തു. കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് VJ സുനിത അവാർഡ് വിതരണം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ ശ്രദ്ധേയ സേവനമനുഷ്ഠിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. CTV ന്യൂസ് ജേർണലിസ്റ്റ് ഡോക്ടർ നന്ദകുമാർ, മുൻ നഴ്സിംഗ് സൂപ്രണ്ട് രമാദേവി, നഴ്സ് സജിത സത്യൻ എന്നിവർ അവാർഡ് ജേതാക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടു. പരിപാടിയിൽ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ചെയർപേഴ്സണും മദർ തെരേസ ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റ് പ്രസിഡന്റുമായ ജിജി ജോസഫും മാനേജിംഗ് ഡയറക്ടറും സെക്രട്ടറിയുമായ ഡോക്ടർ ജ്യോതിഷ് സുഭാഷും പങ്കെടുത്തു. നഴ്സുമാരുടെ സേവനത്തിനും സമർപ്പണത്തിനും ആദരവർപ്പിക്കുന്ന തരത്തിലായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കാലഘട്ടങ്ങൾക്ക് മുമ്പേ ഇവിടെ ജീവിച്ച് കടന്നുപോയ ഒരു സഹോദരിയുടെ ജന്മദിനം. അപ്പോൾ രേവതിയുടെ ആ വേഷമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ഇനി ലോറൻസ് നൈറ്റിംഗേലെന്ന് കേൾക്കുമ്പോൾ രേവതിയുടെ മുഖമായി രാത്രികാലങ്ങളിൽ ദുരിതമനുഭവിച്ച് അല്ലെങ്കിൽ കാലങ്ങളിൽ അവരെയൊക്കെ വെളിച്ചവുമായി പോയി വിളക്കുമായി പോയി അവരെ കണ്ട് അവർക്ക് ആശ്വാസം പകർന്ന ഒരു സഹോദരിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മൾ ആശുപത്രിയിലൊക്കെ ശുശ്രൂഷ ആഗ്രഹിക്കും പോയി അവരെയൊക്കെ കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടർമാർ വന്നു അവർ മരുന്ന് കടന്നു പോകും. പക്ഷേ നമ്മുടെ ശുശ്രൂഷ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷം, മാനസികമായിട്ടുള്ള ആശ്വാസം അതെപ്പോഴും നേഴ്സുമാരുടെ സേവനത്തിന് വേണ്ടിയുള്ളതാണ്. നമുക്കെന്നും ആഘോഷമാണല്ലേ മാതാ കോളേജിന്. നേഴ്സസ് ഡേ ഇല്ല, ലാബ് ടെക്നീഷ്യൻ ഡേ ഇല്ല, അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് ആഘോഷമാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഇത്രയും കുട്ടികളെയും ഇത്രയും നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരെയും നമ്മുടെ MLA യും പഞ്ചായത്ത് പ്രസിഡന്റിനെയും വാർഡ് മെമ്പറിനെയും എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ആദ്യമായി ഒരു അവാർഡ് പോലെ തന്നത് ശ്രീ MR ബൈജു. അദ്ദേഹം വന്നതിന് ശേഷം ഒരു പരിപാടിയിൽ വെച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു പരിപാടി വെച്ച് അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു പൊന്നാടയൊക്കെ അണിയിച്ചു. ആദ്യം തന്ന ഒരു അംഗീകാരം, കാരണം MR ബൈജുവിൻ്റെ വൈഫ് അദ്ദേഹം ഡോക്ടറേറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു വില മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമ്മുടെ ഈ കാട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ചിലരൊക്കെ ഈ ഒരു വിമർശന ബുദ്ധിയോടുകൂടി ഇപ്പോഴും നമ്മളോട് പറയുന്നത് എന്തിനാണ് ഈ ഡോക്ടറേറ്റ്. പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് സ്വപ്നം കണ്ടാൽ, ഞാൻ 26 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി എൻ്റെ 26 വർഷമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ അതിനു വേണ്ടി പരിശ്രമിച്ച ഇത്രയും കാലം ഞാൻ ഓരോ ദിവസവും വാർത്തയെടുക്കാനും ഓരോ കാര്യത്തിനു വേണ്ടി പരിശ്രമിച്ച എൻ്റെ കഷ്ടപ്പാടും ദുരിതമുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായി പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസവും നല്ല യാത്രയായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഞാൻ അല്പം സംസാരിച്ചു, പക്ഷേ സംസാരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളെ സമൂഹത്തിനകത്ത് ഒരു ചെറിയ കാര്യം നമുക്ക് കിട്ടിയാൽ പോലും അത് അംഗീകരിക്കാൻ നമ്മൾ ആദ്യം പഠിക്കണം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും വിമർശന ബുദ്ധിയോടെ നെഗറ്റിവിറ്റി ചിന്തിക്കാതെ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും, അത് രാഷ്ട്രീയം വേണ്ട, നിറം വേണ്ട, ജാതി വേണ്ട, മതം വേണ്ട, ഒരു ചെറിയ നല്ല കാര്യം പോലും അംഗീകരിക്കാൻ ഈ സമൂഹം പഠിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും നന്ദി.